എന്താ സാറേ? ഒന്നുമില്ല, എനിക്ക് ചെറിയൊരു വിറയലുണ്ടോ എന്നൊരു സംശയം. അത് ഭക്ഷണം കഴിക്കാത്തോണ്ടേ സാറേ. അതായിരിക്കും അല്ലേ? അല്ല സാറേ, സാറിനെ വീട്ടിൽ ആർക്കും വേണ്ടേ? എന്താ നീ അങ്ങനെ ചോദിച്ചേ? ഇന്നലെ രാത്രി തൊട്ട് കിടക്കാൻ തുടങ്ങിയില്ലേ? ഒരാൾ തിരിഞ്ഞു നോക്കണില്ലല്ലോ. എടാ അതെന്താണെന്നറിയാമോ, ഞാൻ എടുത്ത തീരുമാനം ഉറച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും എന്നെ ഒന്നിനും വിളിക്കാത്ത. സാറേ, ഞാനേ രഹസ്യമായിട്ട് പോയിട്ട് ബിരിയാണി മേടിച്ചിട്ടുണ്ടല്ലോ. നീ എന്തോന്ന് രഹസ്യം? നീ ഇപ്പൊ പറഞ്ഞ എല്ലാരും കേട്ടാണ്. നീ ഒന്നും വാങ്ങണ്ട, മിണ്ടാതെ ഇവിടെ ഇരിക്കും. അല്ല, എനിക്ക് വിശക്കുണ്ടേ. എനിക്ക് ചെറിയ പനി ഉള്ളിലുണ്ടോന്നൊരു പനി ഉണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി ബെസ്റ്റ്. ചിക്കൻ നീ കഴിച്ചു പോയേ, എനിക്കൊരു കുഴപ്പമില്ല, പനിയില്ല. ഒന്നും കാല് അമർത്തണ്ടേ? അതമർത്തിയോ? അവിടെ കിടന്നിട്ട് നീ മര്യാദക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോക്കോ. നിങ്ങൾ നല്ല തിളച്ച വെള്ളരിപ്പുണ്ട്, ഞാൻ തലയെ കൂടെ കൊണ്ടുവന്ന് വിളിക്കും. അത് മാത്രമാക്കണ്ടാ, നീ ഇച്ചിരി പെട്രോൾ അടിച്ചാൽ അങ്ങ് കത്തിക്ക്, സമാധാനമാവട്ടെ നിനക്ക്. അമ്മാവരുണ്ട്. കടത്താൻ നോക്കാം, നാട്ടുകാരെ കൊണ്ടവരൊന്ന് പറയിപ്പിക്കാൻ. എന്താ എന്റെ തീരുമാനം? എന്റെ തീരുമാനം നിരാഹാരാണ് കിടക്കണത്. എടാ, അവന് ഗുണമുള്ള ഒരു കാര്യമില്ല, അവൻ പറഞ്ഞതുപോലെ അണക്കാട് ചെയ്തൂടെ? എന്റെ അമ്മാവത് എന്താണ് വേണ്ടി പറയണത്? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ഒന്നാമത് എന്റെ വാശി അതിനൊക്കെ കാരണം. എന്റെ ചേച്ചിക്ക് ഇതിലൊന്ന് പറഞ്ഞൂടെ? ഇങ്ങനെ കടന്നിട്ട് ജീവൻ പോയാലോ? ഞാൻ എന്താ വേണമെന്നാ നീ പറയുന്നത്? അവനോട് അതങ്ങോട്ട് ശരിയാക്കി കൊടുക്കാൻ പറയും. അവൻ ഒപ്പിട്ട് കൊടുത്താൽ അവന് ജോലി പോകത്തില്ലേ? അവൻ്റെ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞെന്ന് പറയുമ്പോൾ എന്തെങ്കിലും എടുത്ത് കഴിക്കടാന്ന് അവൻ എട്ടുക്കലും എഴുക്കലും എടുക്കത്തില്ല. ഞാൻ എന്തോ വേണം? എനിക്ക് ഒരു സമാധാനം ഇല്ലാതായി വന്നിരിക്കല്ലേ. നീയെങ്കിലും ഒന്ന് പറയേ. ആരോട്? എന്റെ കെട്ടിയനോട്, അല്ലാണ്ട് ആരോടാ? ഏട്ടനോടല്ലല്ലോ പറയേണ്ടത്, ക്ലീറ്റോ ചേട്ടനല്ലേ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, ഒന്നും മനസ്സിലാവണല്ലോ. അതെ, അവിടെ പട്ടിണി കിടക്കാം. അവൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവൻ ഒന്നങ്ങോട്ട് തിരുത്തിട്ടായി അതിനോട് പറഞ്ഞാ പോരെ? ഇവന്റെ ജീവിതം രക്ഷപ്പെടുന്ന കാര്യല്ലേ? അല്ല, അമ്മാവനിപ്പൊ എന്താ വേണ്ടത്? ഏട്ടന്റെ ജോലി പോണം, എന്നിട്ട് ഞങ്ങള് പെരുവഴിയിലേക്ക് ഇറങ്ങണം. ക്ലീറ്റോ ചേട്ടന്റെ ജീവിതം രക്ഷപ്പെടണം. എന്നെ പറഞ്ഞാൽ മതി. നീയാണ് അവനിങ്ങനെ തിരിപ്പിച്ചു വിടണത്. പിന്നെ ഞാനാ തിരിപ്പിച്ചു വിടണത്. ഇവിടോക്ക് നീ അവള് പറയുന്ന വാക്ക് കേൾക്കാതെ നീ അതൊന്നും ചെയ്തു കൊടുക്കണ. എന്റെ അമ്മാവ, വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ, ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസില്, അതല്ലേ? അങ്ങനെയാണെങ്കിൽ കണ്ട, ഈ പാർട്ടിക്കാർ അവരും ഇവരായിട്ട് ഇവിടെ വന്ന് കടന്നു കഴിഞ്ഞാൽ നാട്ടുകാരെ അറിയില്ലേ? അവിടെ കിടന്നോട്ടേന്ന്. പട്ടിണി കിടന്നാൽ അത്തു കയറി വന്നാ. അങ്ങനെയാണ് നമ്മുടെ കുടുംബം രക്ഷപ്പെട്ട്. ഇവന്റെ നിനക്കൊന്നും വേറെ പണിയില്ലേ? കാല് തിരുമണ കണ്ടില്ലേ? എന്ത് തെമ്മടുത്തരായി കാണിക്കണേ? KSEB കണക്ഷൻ കിട്ടിയില്ലെങ്കിലേ KSEB ചെന്നിട്ട് സത്യാഗ്രഹം കിടക്കുക, അല്ലാണ്ട് സ്വന്തം തറവാട്ടിലല്ല. എന്റെ പൊന്നമ്മാവ, KSEB ആർക്കും ഒരു എതിർപ്പുമില്ല, എക്ക് ഒരു തടസ്സവും ഇല്ല. പക്ഷെ ഇവനാണ് ഇതിനെല്ലാത്തിനും എതിര് നിൽക്കുന്ന ഇവൻ. എടാ, എക്ക് പ്രശ്നമില്ല, പിന്നെ നീ എന്തിനെതിരാണ് ഇങ്ങോലിരുന്ന്? എന്റെ അമ്മാവന് തീരെ സുഖമില്ലേ? വലിയ ആളാണോ ഞാന്? അമ്മാവ, എനിക്ക് ഇവിടെ കിടന്ന് എന്തേലും സംഭവിച്ച എന്റെ ബോഡി പാലായിൽ എത്തിച്ചേക്കണം. ഞാൻ കൊണ്ടോളാം സാറേ. നീ എന്റെ അടിങ്ങനെ കുന്തമൊഴുങ്ങിയ പോലെ നിൽക്കണം, നിനക്കൊന്നും പറയാല്ലേ? ഞാൻ ആരോട് പറയാനമ്മ? പറഞ്ഞു ഞാൻ മടുത്തു. അവന് ഭയങ്കര സ്നേഹമാണല്ലോ എന്നോട്. ക്ലീറ്റോ ഇത്രയും വാശി പിടിക്കുമ്പോ അവനതൊന്ന് ചെയ്തു കൊടുക്കാൻ പാടില്ലേ? അവിടെ പറയുന്ന കേട്ടില്ല, നീ ഒന്ന് ശരിയാക്കി കൊടുക്കടാ. എന്റെ അമ്മാവ, എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, KSEB ഓഫീസിലെ മേലുദ്യോഗസ്ഥൻ AE ആണ്, അല്ലാതെ ലൈൻമാൻ അല്ലല്ലോ. പിന്നെന്താ അനക്കത്ര വാശി? ഇത് എനിക്കെന്ത് വാശിന്ന്? ഇതിലെന്താ എനിക്ക് വാശി? എടാ, AE ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ്. നീ ആ സ്ഥലം പ്രകൃതിയായിട്ട് എന്തോ ദോഷമുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടല്ലേ AE ഒപ്പിട്ട് കൊടുക്കാൻ പഠിക്കണേ? അതെ, അത് നോക്കാനാണ് എന്നെ വിട്ടത്. നോക്കുമ്പോ അത് ശരിയാണ്. ആയിക്കോട്ടെ, പക്ഷെ ആ AEക്ക് കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല നടക്കാണ്ട് പറഞ്ഞാ പോരെ? പ്രശ്നമുണ്ടല്ലോ. പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അവിടെ ആ കമ്പനി വന്നു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടപ്പുറത്ത് കൂടെ പോകുന്ന ഒരു തോടാണ്. ആ തോടിലൂടെ സോപ്പ് വെള്ളം ഒഴുകും. സോപ്പ് വെള്ളം കൃഷിക്ക് നാശാണ്. അത് ഞാൻ പറഞ്ഞു. അത് സത്യം. അവിടെ കൃഷി ചെയ്യണില്ല നോണ പറയണതാ. ആര് പറഞ്ഞു നല്ല കൃഷിന്റെ അവിടെ? എടാ, അവിടെ കൃഷി ഉണ്ടായിക്കോട്ടെ, അത് ഞാൻ പറഞ്ഞില്ലേ, പ്രകൃതി സ്നേഹികൾ നോക്കുന്നു. നീ ആദ്യം കുടുംബം നന്നാക്കാൻ നോക്ക്. അപ്പൊ ഞാൻ ഈ നുണ പറയണ നീ അവിടെ പോയിട്ട്? പിന്നെ ഇവന്റെ ആവശ്യത്തിന് വേണ്ടി നീ പറഞ്ഞ എന്താ കുഴപ്പം? അമ്മാവായ ഏട്ടൻ ഒരാൾ നോണ പറഞ്ഞാൽ ഇത് കിട്ടോ? ഇല്ലല്ലോ. ബാക്കി അവരെ അന്വേഷിക്കൂലേ? കിട്ടുന്ന്. അതൊക്കെ തീരുമാനമായതാണ്. ഇവന്റെ ഇങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോ നീ വല്ലതും സംഭവിക്കുമെന്ന് AEക്ക് ഒരു പേടി. അങ്ങനെ പ്രശ്നം വന്നില്ലെങ്കിൽ AE ഒപ്പിട്ട് കൊടുക്കും. പ്രശ്നം വരുവേ. ഇവന്റെ ഈ വാശിയാണ്. ഇത് എന്താ പറയാനുള്ളൂ? ഒന്നും പറയാല്ലേ? അല്ല,
ഈ വയസ്സാവശ്യം നിങ്ങൾ എനിക്കൊരു സമാധാനം തരത്തില്ലെന്ന് തന്നെയാണ്. എത്ര പ്രാവശ്യം ഞാൻ അവനോട് പറഞ്ഞു ക്ലീറ്റസ് വന്ന് വല്ലതും കഴിക്കുന്നു. അവൻ 8 കല്ലും 7 കല്ലും എടുക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും കൂടെ അവൻ കള്ളത്തരത്തിന്റെ കൂട്ടുനിന്ന് പറയാൻ അവന്റെ ജോലി പോണം, അത്രേ ഉള്ളൂ. എടാ നീ വേണ്ടതുപോലെ ചെയ്തുതരാം, ചെയ്യ്. ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ലമ്മ. അല്ല നീ വിചാരിച്ചാൽ സാധിക്കുന്നല്ലേ അവരെല്ലാരും കൂടെ പറയുന്നത്? സാധിക്കും ചെയ്യും, എന്റെ ജോലിക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അവന്റെ ജോലിക്ക് പ്രശ്നം ഉണ്ടായാലും സാരമില്ല, നീ പോയി ചെയ്ത് കൊടുക്കല്ല. എന്തെന്നാണ് ഈ പറയണത്? വേണ്ട വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ ആർക്കും കാണാൻ പാടില്ലല്ലോ. എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക്. കിടന്ന് കരയണല്ലേ? അത് വിഷമട്ടാ. എടാ നീ ഒപ്പിട്ട് കൊടുക്ക്. എന്റെ അമ്മ ഒപ്പിടാൻ ഞാൻ ആരാണ്? നീ ഒപ്പിടാൻ സാധിക്കുന്നല്ലേ അവൻ പറയുന്നത്? അവന് പ്രാന്താണമ്മ, അവന് പ്രാന്താണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇവിടെ കിടന്ന് ചാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. വലിച്ചെടുത്ത് വല്ല ആശുപത്രിയിലോട്ടും കൊണ്ടുപോകും, അവിടെ വല്ല ട്രിപ്പ് ഇട്ട് കിടത്തട്ടെ. അതെ, 4 മാസം പട്ടിണി കിടന്നാലും ഒന്നും സംഭവിക്കില്ല. അതിന് മാത്രമുള്ള മുതൽ അവന്റെ ശരീരത്തിലുണ്ട്. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ കാഭാഗം തിന്നു കയറ്റുന്ന അവനല്ലേ. നീ ഇനി കണക്ക് പറയേണ്ടി വരുമല്ലടാ. എനിക്കും എന്റെ കൊച്ചിന് നാദനില്ലാണ്ടായി പോകുന്നല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവനൊരു വിഷമം ഉണ്ടാവില്ല. അവന്റെ ആരും അല്ലല്ലോ ഞാൻ. വാശി കളഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി കൊടുക്കേ. കനക ചെയ്യേ എന്താന്ന് വെച്ചാ. എന്റെ അമ്മാവ ഈ അല്ല അത് നാടകം അതെടുത്ത് എന്നെ ദക്ഷിണോളെ വിചാരിച്ചിട്ട് ചെയ്യണം. വാശി കളഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി കൊടുക്കേ. സമ്മതിച്ചു എന്ന് പറ അങ്ങോട്ട്. എന്തൊരു കഷ്ടം നോക്കി നോക്ക്. എനിക്കിപ്പോ എന്തെങ്കിലും സംഭവിക്കുക. അയ്യോ ഏയോടെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞാനൊന്നും അറിയില്ല, ഞാൻ ഒന്നും പറയില്ല എന്നൊന്ന് പറയേ. ഒന്ന് ഒപ്പിട്ട് കൊടുക്കാൻ പറ. ഈ ആവശ്യമില്ലാത്ത സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ നുണയനാക്കല്ലേ? നല്ല കാര്യത്തിനല്ലേ. ശരി, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു പ്രശ്നമില്ല, എല്ലാം ഓക്കെ ആണെന്ന് ഏഴെടുത്ത് നുണ പറയണം. അതല്ലേ വേണ്ടത്? പറഞ്ഞോളാം. സമാധാനമായല്ലോ? അയ്യോ അയ്യോ. അവൻ പറഞ്ഞു കേട്ടില്ലേ? എണീറ്റ് പോയി വല്ല എന്തിനാടാ? ശരി അമ്മാവാ. സമരം വിജയിച്ചു. ഇൻകുലാബ് സിന്ദാബാദ്, നിരാഹാര സമരം സിന്ദാബാദ്. എണീറ്റ് പോടായിരുന്നു. പോടാ. ലിജോ, വാ, എന്തെങ്കിലും കഴിക്കാൻ വാ. നല്ല വിശപ്പുണ്ട്, തങ്ങ എന്തേലും എടുത്ത് വെക്കേ. ഒരു ഗ്ലാസ് പാലിളപ്പിക്കട്ടെ? വെച്ചോ. മീൻ വറുത്തതുണ്ടല്ലോ, വരണേ. മീൻ വറുത്തതും വെച്ചേക്കണേ.